അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്യാം. ശരി, അപ്പൊ ആരും നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മുടെ അജു വർഗീസിന്റെ ശബ്ദം. അജു വർഗീസ്. ഓക്കെ. എന്റെ പൊന്നു മാമച്ചനോട് ഞാനൊരു 100-110 തവണ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്ന്. അതെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ. ഇവിടേന്ന് ഞാനൊരു 10 പൈസ തരൂല്ലോ മോനെ. ബ്ലഡി ഫുൾ അല്ല പിന്നെ. അത് കലക്കി മോനെ. ഓക്കെ. ഇനി നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജന്റെ നോർമൽ ആയിട്ടുള്ള വോയിസ്, സ്റ്റേജിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ്. ശരി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ കോമഡി മസാല എന്ന് പറയുന്ന പരിപാടിയിൽ വരാൻ സാധിച്ചതിൽ. ഒരുപാട് വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഏറെ പ്രചോദനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോമഡി മസാല. അപ്പോൾ എന്തായാലും അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. കറക്റ്റ് ആയിരുന്നു. ശരിക്കും ഇങ്ങനെ തന്നെയാണ് ആള് വന്നിട്ട് സംസാരിക്കാറ് പൊതുവെ. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം സിനിമയിൽ സംസാരിക്കുന്ന വോയിസിന് കുറച്ചുകൂടി ഡെപ്ത് ഉണ്ട്. അത് ഇതാണ്. പാപ്പിച്ചായ അമ്മച്ചി പറഞ്ഞേ അപ്പച്ചനും പാപ്പിച്ചാൻ്റെ കണ്ടിച്ചമ്പില്ലേ കംപ്ലീറ്റും ചെത്തിക്കളെന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നു മുകേഷ് ഏട്ടാ, എനിക്കെന്നാ പിഷാരിക്കണ്ടല്ല. ഈ പറഞ്ഞ പൊക്കോമണ്ണിന് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ഏട്ടൻ്റെ കാര്യം അറിയോ? ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കംപ്ലീറ്റ് തന്നെ ദൈവത്തെ പോലെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണിച്ചെന്നപ്പോൾ അവർ പറയണേ, ദൈവമേ നീ പിന്നെ വന്നു. താങ്ക് യു. ഇനി അടുത്തത് ഒരു സീരിയൽ നടനാണ്. ജയകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മോഹനവല്ലി അമ്മേ, അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ പടം വെക്കാന്ന് പറഞ്ഞമ്മേ. നല്ലതല്ലേ അമ്മേ? മോഹനവല്ലി അല്ലെങ്കിൽ വേണ്ട, അമ്മയാ നല്ലത്. അമ്മയുടെ നടപ്പ് കണ്ടോ, കന്നുകാലി വരുന്ന പോലെ. മോഹനവല്ലി. താങ്ക് യു ജയകുമാർ, സൂപ്പർ. ഓക്കെ. ഇനി അടുത്തത് ആരാണ് ചെയ്യുന്നത്? ഇനി അടുത്തത് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ നിവിൻ പോളി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അതായത്, എടാ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നുള്ള ബോധം നിനക്ക് ഉണ്ടാവണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ പോസ്റ്റ് ഗ്രാജുവേഷൻ MPL കഴിഞ്ഞ കോളേജ് എത്തിനായിരുന്ന ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഈ പണിക്ക് വന്നതേ നിന്നെ പോലുള്ള ഓരാമുകൾക്ക് ചിരക്കാൻ വേണ്ടിയിട്ടല്ല. വേണ്ടെന്ന് വെക്കുമ്പോൾ നീയൊക്കെ തലേ കയറും. അങ്ങോട്ട് മാറിക്കണം. ഈ ഡയലോഗ് നമ്മുടെ ഗോപൻ സാർ ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്ന് നോക്കാം. ഓക്കെ, ശരി, നോക്കാം. എടാ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധം നിനക്കുണ്ടാവണം. ട്രാൻസ്ഫറോ നീ ഉണ്ടാക്കും കുറെ. എടാ പോസ്റ്റ് ഗ്രാജുവേഷനും MPLും കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മിക്ക പരസ്യങ്ങളും ഡബ് ചെയ്യാൻ വന്നത് നിന്നെ പോലെയുള്ള ഓലാമുരികൾക്ക് ചിരയ്ക്കുവാൻ വേണ്ടിയല്ല. ഇനി നീ ഇവിടെ കിടന്ന് വായു വർത്താനം പറഞ്ഞാൽ നിന്നെ ഞാൻ വലിച്ചു വാരി ഭിത്തിയിലൊട്ടിക്കും. നിനക്ക് സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1104-743 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. അടിപൊളി, സൂപ്പർ. ഇനി അടുത്തായിട്ട് നമ്മുടെ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ കാഞ്ചനമാലയായിട്ട് അഭിനയിച്ച പാർവതിയുടെ ശബ്ദം. എനിക്കറിയാം അപ്പൂട്ടൻ എന്നെ സ്നേഹിക്കുന്ന എനിക്കുള്ള 1000 മടങ്ങ് മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10,000 മടങ്ങ് ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിന്നൊരു 500 മടങ്ങെടുത്ത് അപ്പൂട്ടിനെ തന്നു. ബാക്കി എത്ര മടങ്ങുണ്ടെന്ന് അപ്പൂട്ടൻ പറ. അപ്പൂട്ടൻ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്റെ ശവത്തിലായിരിക്കും അപ്പൂട്ടൻ താലി കെട്ടുക. ആ കരച്ചില് വന്ന പിടിച്ച് വർത്താനം പറയുന്ന ആ ഒരു സംഭവം ഇതിലുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതേപോലെ ഫീലിങ്സിൽ ഡയലോഗ് പറഞ്ഞൊരു നായികയാണ് നന്ദനം എന്ന സിനിമയിലെ നവ്യ നായരുടെ ആ ശബ്ദം. ഞാനേ കണ്ടുള്ളൂ. എന്റെ ഗുരുവായൂരപ്പ, ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണിച്ചത്? എന്റെ കണ്ണീര് കാണാനോ ആണോ എന്ന് കടാണ്ട് ഈ തിരിഞ്ഞാൻ തെളിക്കുന്ന തന്നത് എന്നെ ഇരുട്ടിലാക്കിയിട്ട് വിളിച്ചെത്തുന്ന ചിരിക്കണ്ട. എനിക്ക് കാണണ്ട ഈ മുഖം. ഇനി നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിന്റെ ശബ്ദം. സന്തോഷ് പണ്ഡിറ്റ് അതെ, എന്റെ ഫേവറേറ്റ് ആണ്. ഓക്കെ.
ചിറ്റത്തിനും കാണിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒരു അതിലുണ്ട്. സ്വന്തം മരുമോളാണെന്നത് പോട്ടെ, ആ പെൺകുട്ടിയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കരുത്. ഒരു പട്ടിക്ക് അതിന്റെ വാല് കൊണ്ട് നാണം മറിക്കാനാവില്ല. നീ വലിയവനാണെന്നിരിക്കാം എന്ന് കരുതി ഞാൻ ചെറിയവനാണ് അർത്ഥമില്ല. പഴത്തിന് തൊലിയുണ്ടെന്ന് കരുതി പഴംപൊരിക്ക് തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുതും. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ പണി പാളുവേ. താങ്ക് യു.